കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയ ഒരു രീതിയിലുള്ള അടിപൊളി മുട്ടക്കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. 2 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചും എടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിരിക്കുന്നു. 3 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. തൊലി കളഞ്ഞ് വരഞ്ഞ് വെക്കണം. പൊടികൾ: കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഇത്രയ്ക്കുമാണ് ഇടേണ്ടത്. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, ഇത്രയുമാണ് വേണ്ടത്. പൊടികൾ ആവശ്യ സമയത്ത് ഇടുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/4 ടേബിൾ സ്പൂൺ, ഇത്രയുമാണ് ആവശ്യം. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാകുമ്പോൾ മുട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റോസ്റ്റ് ചെയ്യുന്നത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നല്ലവണ്ണം മാറുന്നത് വരെ ഇട്ട് തീ കുറച്ച് വെച്ച് മൂപ്പിക്കണം. പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, അളവെടുക്കാൻ സ്പൂൺ കാണാത്തോണ്ട് കൈ കൊണ്ടെടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, എല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇട്ട് മൂപ്പിക്കണം. ഇതിൽ അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. ഇതെല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഇത് ചെയ്യണ സമയത്തൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. ഇത് നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലവണ്ണം തിളപ്പിക്കുക. ഇനി അരിഞ്ഞു വെച്ച സവാള നല്ലപോലെ ഞെവടി ഇതാക്കി ഒന്ന് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കും. കുറച്ച് ഉപ്പിട്ട് ഉപ്പ് എരിവൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി.
ഇതൊരു പുതിയ തരത്തിലുള്ള മുട്ട റോസ്റ്റാണ്. ഇത് മസാലയും ഉള്ളിയെല്ലാം നല്ലപോലെ പെരണ്ട് വരാൻ വേണ്ടിയാണ് സവാള ഇങ്ങനെ ചേർത്തത്. കുറച്ച് നേരം ഇത് അടച്ചു വെക്കും. സവാള ഇട്ട് അടച്ചു വെച്ച് 3 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നല്ല കളറും നല്ല തിക്ക് ഗ്രേവിയുമായ മസാലയാണത്. എണ്ണ തെളിയുന്നത് വരെ തുറന്നിട്ട് കുറച്ച് നേരം വേവിക്കാം. ഇനി മുട്ട തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കീറി അതും ഇട്ട് കൊടുക്കാം. ഇനി ഇത് തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി മുട്ട ഒന്ന് വരഞ്ഞ് ഇട്ട് കൊടുക്കാം. 3 മുട്ട ഇട്ടാണ് ഞാൻ കറി വെക്കുന്നത്. ഉള്ളിയും മസാലയും മൊത്തം മുട്ടയുടെ മുകളിൽ ആയിട്ട് വെച്ച് കൊടുക്കുക. ഇത് സാധാരണ രീതിയിലുള്ള ഒരു മുട്ടക്കറിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം ഇത് കഴിക്കാവുന്ന നല്ല രുചിയുള്ള ഒരു മുട്ടക്കറിയാണിത്. മുട്ട ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം അടുപ്പ് ഓഫാക്കാം. ഞാൻ അടുപ്പ് തുറന്ന് മുട്ടക്കറി കാണിച്ചു തരാം. നല്ല രുചിയുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.